ഹാപ്പി അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? വിഷമിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലല്ലോ. വിഷമിക്കുകയാണെങ്കിൽ സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കാരണം കണ്ടുപിടിക്കാം. അത് നിങ്ങൾക്ക് അറിയോ? നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ മോശം കാര്യം ചെയ്യാൻ നമുക്ക് കാരണം കണ്ടുപിടിക്കാം. ആക്ച്വലി കാരണങ്ങൾ ഇങ്ങനെ ഒരു കോട്ട് ഉണ്ട്, റീസൺ ഈസ് ദ സ്ലേവ് ഓഫ് ഫെയ്ത്ത് എന്ന്. പണ്ടാരോ പറഞ്ഞിട്ടുള്ളതാണ്, ഏതൊരു ഫേമസ് പുള്ളിയാണ്. റീസൺ ഈസ് ദ സ്ലേവ് ഓഫ് ഫെയ്ത്ത്. അതായത് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ന്യായീകരിക്കാം. പേടിയുണ്ടെങ്കിൽ പേടി ന്യായീകരിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യത്തിന് ന്യായീകരിക്കാം, നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ന്യായീകരിക്കാം, മോശം കാര്യം ചെയ്യുകയാണെങ്കിൽ ന്യായീകരിക്കാം, മടിയാണെങ്കിൽ അതും ന്യായീകരിക്കാം, വർക്ക് ചെയ്യുകയാണെങ്കിൽ അതും ന്യായീകരിക്കാം. ന്യായീകരണമുള്ള റീസൺ കണ്ടുപിടിക്കാം. സോ റീസൺ നമ്മൾ നോക്കരുത്, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുക, എല്ലാ നല്ല ചിന്തകളും ചിന്തിക്കുക. ഓക്കെ, റീസണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. വരും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, മാഗ്നറ്റിസം ആൻഡ് മാറ്ററും മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. അതിൽ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം ആണ് ന്യൂമറിക്കൽസ് ഒരുപാട് ചോദിക്കുന്നത്, പല ടൈപ്പിലുള്ള ന്യൂമറിക്കൽസ് ചോദിക്കുന്നത് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ കുറച്ചും കൂടി തിയറി ഓറിയന്റഡ് ആണ്. നമുക്ക് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ 2 പ്രോബ്ലംസ് ആദ്യം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മൂവിങ് ചാർജിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയ സമയം ഇവിടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കരുത്, ബിക്കോസ് ഒരു സിനിമയുടെ തുടക്കം മിസ്സാക്കരുതെന്ന് പറഞ്ഞ പോലെ തുടക്കമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, a bar magnet of magnetic moment 6 joule per Tesla is aligned 60 degree with a uniform external magnetic field of 0.44 Tesla. Calculate the work done in turning the magnet to align its magnetic moment normal to the magnetic field. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മീൻസ് സെക്കൻഡ് പാർട്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫസ്റ്റ് പോവാം. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ബാർ മാഗ്നറ്റ്. അതിന്റെ ആക്സിസ് ഇതാണ്, അതിന്റെ ആക്സിസ്. ആ ആക്സിസും ഇറ്റ്സ് അലൈൻഡ് 6, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ വന്നിട്ടുണ്ട് m=6 ജൂൾ പെർ ടെസ്ലയാണ്. ഇറ്റ്സ് അലൈൻഡ് 60 ഡിഗ്രി വിത്ത് യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.44 ടെസ്ല. അതായത് ഈ ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് മീൻസ് മാഗ്നറ്റിക് മൊമെന്റ്, ഇവിടെ സൗത്ത് പോള് നോർത്ത് പോള്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്? സാർ ചോദിച്ചേ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്? നമ്മുടെ സ്റ്റഡി സർക്കിളിൽ കയറിയ അവരെ വിടാം, നമുക്ക് അല്ലാത്തവരോട് ചോദിക്കാം, അല്ലാത്തവരാണല്ലോ പഠിച്ചിട്ട് വരേണ്ടത്. സ്റ്റഡി സർക്കിളിൽ കയറിയവർ അത്യാവശ്യം റീഫ്രഷ്ഡ് ആയിട്ടുണ്ട് അവരുടെ മെമ്മറിയൊക്കെ എന്ന് വിചാരിക്കുന്നു. സ്റ്റഡി സർക്കിളിൽ കയറാത്ത ആൾക്കാർ, പിന്നെ ക്വസ്റ്റ്യൻ ടൈമിൽ മുങ്ങിയ കുറച്ച് പേരുണ്ട്, അവരോടും ചോദിക്കാം. സാറേ ആരാണ്? ജെയ്സിൻ വേഗം പറയണ. സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആണോ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആണോ? കേട്ടില്ല. വെരി ഗുഡ്, സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. മറക്കണ്ട, നോർത്ത് ടു സൗത്ത് ആണ് നമ്മൾ എപ്പോഴും പറഞ്ഞ ശീലം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആണ്. വെരി ഗുഡ്. ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 60 ഡിഗ്രി. ആംഗിളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട് B=0.44 ടെസ്ല. മാഗ്നിറ്റ്യൂഡ് ആണ്. Calculate the work done in turning the magnet to align its magnetic moment normal to the magnetic field. ഈ സാധനത്തിന് തിരിച്ചിട്ട് നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ അഥവാ 90 ഡിഗ്രി ആക്കാൻ വേണ്ടി നമ്മൾ തിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് കാണേണ്ടത്. വെറുതെ തിരിയൂല, നമ്മൾ വർക്ക് ചെയ്താലേ തിരിയുള്ളൂ. ഒരു മാഗ്നറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ, ഇവിടൊക്കെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ചുമ്മാ റൊട്ടേറ്റ് ചെയ്യില്ല, വി ഹാവ് ടു ഡു വർക്ക്. ആൻഡ് ഹൗ മച്ച് വർക്ക് വി ഹാവ് ടു ഡു ടു റൊട്ടേറ്റ് ദിസ് മാഗ്നറ്റ് ഫ്രം 60 ഡിഗ്രി ടു അലൈൻ ഇറ്റ്സ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് മീൻസ് 90 ഡിഗ്രി. അതായത് θ1 60 ഡിഗ്രിയാണ്. ആ 60 ഡിഗ്രിയിൽ നിന്ന് θ2 നോർമൽ ടു മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് മീൻസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, 60 ഡിഗ്രി 90 ഡിഗ്രിക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഹൗ മച്ച് വർക്ക് വി ഹാവ് ടു ഡു? So what is the expression for work done to rotate the magnetic dipole
in an external magnetic field. What is the equation? Sorry, ചോദിച്ചോളൂ. സ്നേഹ പറയൂ സ്നേഹ, ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ആ പറഞ്ഞോളൂ. എം ബി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ശരി ശരി ശരി. എം ബി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇനിയിപ്പോ ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടാകും ചില ആൾക്കാർ, ക്ലാസ്സിൽ പറഞ്ഞ എങ്ങനെയാണ് മൈനസ് എം ബി കോസ് തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1. ഇപ്പൊ കൺഫ്യൂസ്ഡ് ആകണ്ട, രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എല്ലാ വാല്യൂസും ഉണ്ട്, എം ഉണ്ട്, ബി ഉണ്ട്, തീറ്റ 1 ഉണ്ട്, തീറ്റ 2 ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്തോളൂ. മൈനസ് എം 6 ഇൻറ്റു ബി 0.44 into cos theta 2, that is cos 90, that is 0, minus cos theta 1, cos 60, that is 1/2. So minus 6 into minus minus ഉണ്ട് plus I 6 into 0.44 divided by 2. Final answer വരാ work done is equal to 1.32 joule. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച് ഓക്കെ ആണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റൻ നോക്കാം, സിമിലർ ആണ് കേട്ടോ. ദെൻ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ടേണിംഗ് ദ മാഗ്നറ്റ് ടു അലൈൻ ദ ഓപ്പോസിറ്റ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഇനി തിരിക്കാൻ പോകുന്നത് 60 ഡിഗ്രിയിൽ നിന്ന് തന്നെ ഓപ്പോസിറ്റ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്പോസിറ്റ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അതായത് 180 ഡിഗ്രി. ഇവിടെ എന്താ വ്യത്യാസമുള്ളൂ? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തീറ്റ 1 60 ഡിഗ്രി തന്നെ, മാറ്റൊന്നുമില്ല. തീറ്റ 2 180 അല്ല, 90 അല്ല, 180 ഡിഗ്രിയാണ്. സോ ഇത് പെട്ടെന്ന് ചെയ്യാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ, എല്ലാം സെയിം തന്നെ, മൈനസ് 6 into 0.44 cos theta 2 is 180, that is minus 1 minus cos theta 1 1/2, minus 1 minus 1/2 minus 3/2 multiply ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് വർക്ക് ഡൺ ഈസ് 3.96 joule. സിമിലർ ആണ്, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ അല്ല, ക്ലിയർ അല്ലേ? ഓക്കെ കാണിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ആണ്. ബി ക്വസ്റ്റ്യനിൽ പറയുന്നത്, ചോദിച്ചിരിക്കുന്നത് ദ ടോർക്ക് ഓൺ ദ മാഗ്നറ്റ് ഇൻ ദ ഫൈനൽ ഓറിയന്റേഷൻ ഇൻ ദ കേസ് 2. ഈ കേസ് 2 ഫൈനൽ ഓറിയന്റേഷനിലുള്ള ടോർക്ക്. സോ ഫൈനൽ ഓറിയന്റേഷനിലുള്ള ടോർക്കാണ് കാണേണ്ടത്. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പോയിന്റിലും ആംഗിൾ ഡിഫറെന്റ് ആണ്. സോ ഓരോ പോയിന്റിലും ടോർക്കും ഡിഫറെന്റ് ആയിരിക്കും. ശരിയല്ല? ഓക്കെ കാണിക്കൂ. സോ അവസാനത്തെ ഫൈനൽ പോയിന്റിലേക്ക് എവിടെ വന്നിരിക്കുന്നത്? ഫൈനൽ ഓറിയന്റേഷനിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫൈനൽ ഓറിയന്റേഷൻ, അതായത് തീറ്റ 2 = 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഇൻസ്റ്റന്റിലെ ആ ഒരു സമയത്തുള്ള ടോർക്ക് ആണല്ലോ ഇക്വേഷൻ. ആ ടോർക്കാണ് കാണേണ്ടത്. ക്ലിയർ ആണ്? കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ, സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ടോർക്ക് ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻസൈഡ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്? വാട്ട് ഈസ് എക്സ്പ്രഷൻ? വാട്ട് ഈസ് ഇക്വേഷൻസ്? അറിയിച്ചോളൂ. ടോ ഈസ് ഈക്വൽ ടു ആൽബിൻ. ആൽബിനാണോ ആൽബിനാണോ? ആൽബിൻ. ആൽബിനെ പറയൂ. ടോർക്ക് ഈസ് ഈക്വൽ ടു, എടാ കേട്ടില്ല. യെസ്, വെരി ഗുഡ്. എം ബി സൈൻ തീറ്റ. എടാ ആൻസർ പറയുമ്പോൾ കുറച്ച് സന്തോഷം ഒക്കെ വേണ്ടേ മുഖത്ത്? ഞാനിന്ന് മുഖം കണ്ടപ്പോൾ ഞാൻ വിളിച്ച് ആൻസർ അറിയൂല, ഞാൻ അടുത്ത ആള് ചോദിക്കാൻ പോയിരുന്നു. ഇത്ര അറിയാവുന്നുള്ള വിഷമമായിരുന്നു ആൽബിന്. ഓക്കെ, എം ബി സൈൻ തീറ്റയാണ്. സോ ഇവിടെ എമ്മിന്റെ വാല്യൂ ബിയുടെ വാല്യൂ ഒക്കെ അറിയാം. ഇവിടെ തീറ്റ എന്താണ്? തീറ്റ 180 ഡിഗ്രിയാണ്.
ഫൈനൽ ഓറിയന്റേഷനിൽ ബി എം ഇങ്ങടിരിക്കുകയാണ്, തീറ്റ 180 ഡിഗ്രിയാണ്. സോ എം ബി സൈൻ 180. വാട്ട് ഈസ് സൈൻ 180? സൈൻ 180 is 0. സോ നമ്മുടെ ടോർക്ക് എന്ത് കിട്ടും? 0 ആണ്. ക്ലിയർ ആണ്? കൈയാണിച്ച് നോക്കുകയാണെങ്കിൽ യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ രണ്ട് ഇക്വേഷൻ ഓർക്കാം. വർക്ക് ഡൺ ആണുള്ള ഇക്വേഷൻ, ടോർക്ക് ആണുള്ള ഇക്വേഷൻ. പൊട്ടൻഷ്യൽ ആണുള്ള ഇക്വേഷൻ കൊണ്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചോളൂ. യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റ ഓർ മൈനസ് എം ഡോട്ട് ബി. സോ ഇങ്ങനെ വർക്ക് ആണുള്ള ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി ആണുള്ള ഇക്വേഷൻ, ടോർക്ക് ആണുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മ്യൂ ആറും വിച്ച് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റി ഓർ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ, അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്. സോ വാട്ട് ഈസ് ദ റിലേഷൻ കണക്ടിങ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി? സാറ് ചോദിച്ചോളൂ. ഇക്വേഷൻ കണക്ടിങ് റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ ആൻഡ് സസെപ്റ്റിബിലിറ്റി കൈ. റോയ. സംസാരിച്ച റോയ? ആ പറയ്. മ്യൂ എന്താ? റോയുടെ എക്സ്പ്രഷനും ആൻസറും ഐ മീൻ റെസ്പോൺസും കറക്റ്റ് ആണ്. ആൽബിനെ പോലെയല്ല. ആൺമുട്ടയൊക്കെ മുന്നേ മനസ്സിലായി, അറിയില്ല. അപ്പൊ എഴുതി പഠിച്ചോളൂ ഇക്വേഷൻ. ചെറിയ ഇക്വേഷൻ ആണ്. സോ 5 ടൈംസ് എഴുതി പഠിക്കുക. മ്യൂ ആർ ആൻഡ് കൈ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ആരാ പറയാ? ഒരാളോട് ചോദിച്ചു സാറേ. ചോദിച്ചു, ഹാൻഡ് റൈസ് ചോദിച്ചു. നേഹ. മ്യൂ ആർ ഈക്വൽ ടു ഒരു ഇക്വേഷൻ പറയുമ്പോൾ ഞാൻ പൊതുവെ എല്ലാവരും കൂടി പറയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പറഞ്ഞ് പഠിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരു സൈഡ് മാത്രം പറഞ്ഞു പഠിച്ച് അല്ല, ഐ മീൻ എല്ലാവരും ജസ്റ്റ് ഒരു ഇതുപോലെയാണ്. ഇപ്പോൾ എക്സാമിന് ആലോചിക്കുമ്പോഴേ പ്രത്യേകിച്ച് ബൈ ഹാർട്ട് പഠിക്കുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് ഓർമ്മ ഉണ്ടാവും. എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് മ്യൂ ആർ ആണോ മ്യൂ നോട്ട് ആണോ അങ്ങനത്തെ കൺഫ്യൂഷൻ വരണ്ട. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പറഞ്ഞ് പഠിക്കണം കേട്ടോ നിങ്ങളൊരു ഇക്വേഷൻ പഠിക്കുമ്പോൾ. ബട്ട് യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് ആൻസർ. 1 + കൈ. ഇത് പറയാൻ കാരണം നമ്മളിവിടെ ഓഫ്ലൈനിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് പറയും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താന്ന് ചിലർക്ക് മറന്നു പോകും. അതുകൊണ്ട് പറഞ്ഞാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, സിമ്പിൾ ഇക്വേഷൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ദ റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം ഈസ് 0.075. ദാറ്റ് ഈസ് മ്യൂ ആർ ഈക്വൽ ടു 0.075. ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് കൈ കാണണം. നേഹ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. മ്യൂ ആർ ഈക്വൽ ടു 1 + കൈ. കൈ ഈസ് ഈക്വൽ ടു മ്യൂ ആർ -1. ദാറ്റ് ഈസ് 0.075 -1. മൈനസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -925 അല്ലേ? -925 കിട്ടും. അല്ല, -0.925 കിട്ടും. -0.925. ഇതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. -0.925. ക്ലിയർ ആണ്? കൈയാണിച്ച് നോക്കുകയാണെങ്കിൽ സോ ഈ ഒരു ഇക്വേഷൻ then mu equal to permeability of a medium is equal to mu naught mu r. ഇത് മറ്റൊരു ഇക്വേഷൻ. then chi is equal to magnetization divided by magnetizing field, മറ്റൊരു ഇക്വേഷൻ. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഓക്കെ, കൈയാണിച്ച് ക്ലിയർ ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു ഐഡിയ ആണ് ദാറ്റ് കൈയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് മെറ്റീരിയൽ ആയിരിക്കും? അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ശരിയല്ല? ഓക്കെ, കാണിക്കൂ. അതുപോലെ പോസിറ്റീവ് ആണ് സ്മോൾ ആണെങ്കിൽ
ചെറിയ വാല്യൂ ആണ് ബട്ട് പോസിറ്റീവ് ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ലാർജ് വാല്യൂ ആണെങ്കിൽ അത് ഫെറോ മാഗ്നറ്റ് ആയിരിക്കും. അങ്ങനെ കൈയുടെ മ്യൂറിന്റെ ഒക്കെ വാല്യൂസ് നെഗറ്റീവ് ആണ്, പോസിറ്റീവ്, ഗ്രേറ്റർ ഓർ ലെസർ അനുസരിച്ച് ഏത് മെറ്റീരിയലാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെല്ലാവരും പഠിക്കണം. ഈ മാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ എന്തുകൊണ്ടാണ് ആ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടെ തിയറി ഫോക്കസ് ചെയ്ത് പഠിക്കാം. പ്രോബ്ലംസ് ഈ പറഞ്ഞ ഇക്വേഷൻസും നമ്മൾ ചെയ്ത വർക്ക് ഡണ്ണും പൊട്ടൻഷ്യൽ എനർജിയും ടോർക്കിന്റെ ഇക്വേഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് വരാം. ഓക്കെ അല്ലടാ? ഓക്കെ കാണിക്കൂ. നമുക്ക് നേരെ മൂവിങ് ചാർജസിലേക്ക് പോവാം. മൂവിങ് ചാർജസ് എന്താ പറയാ, വൺ ഓഫ് ദ പ്രോബ്ലംസ് ചോദിക്കുന്ന കേസിൽ, ന്യൂമറിക്കൽസ് ചോദിക്കുന്ന കേസിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, എത്ര ചെയ്താലും തീരൂല. മൂവിങ് ചാർജസ്, റേപ്റ്റിക്സ് ഒക്കെ അങ്ങനെയാണ്. സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഐഡിയ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം, എഴുതാൻ നിൽക്കണ്ട, ഒരുപാടുണ്ട്. A point charge Q moving with a speed v enters a uniform magnetic field B that is acting into the plane of the paper as shown. What is the path followed by the charge Q and in which plane does it move? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ചാർജ് എൻട്രി ആണ്, Q ആണ്, പോസിറ്റീവ് ആണ്. ഇതാണ് വെലോസിറ്റി ഡയറക്ഷൻ, മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. ഇൻ ടു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് വിൽ ബി ദ പാത്ത് ഓഫ് ദ ചാർജ്? ചാർജ് ഏത് പാത്തിലൂടെയാണ് മൂവ് ചെയ്യാം? നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിൽ പെർപെൻഡിക്കുലർ ആകും, ഇങ്ങോട്ടാകാം അങ്ങോട്ടാകാം. മാഗ്നറ്റിക് ഫീൽഡും മോഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രിയാണ് ആംഗിൾ എങ്കിൽ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പാത്ത്? ഇതായിരിക്കും. സ്ക്രീനിൽ കാണിച്ചേ. വട്ടത്തിലായിരിക്കും, സർക്കുലർ മോഷൻ ആണ്. ഓക്കെ അല്ല, സർക്കുലർ മോഷൻ ആണ്. സോ ദ പാത്ത് ഓഫ് ദ ചാർജ് വിൽ ബി സർക്കുലർ മോഷൻ. Then what is the path followed by the charge Q and in which plane does it move? ഏത് പ്ലെയിനിലാണ് മൂവ് ചെയ്യുക? നമുക്കറിയാം, നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. എങ്ങനെയാണ് സർക്കുലർ മോഷനിൽ പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ, ചാർജിന്റെ മോഷൻ ഇങ്ങോട്ട്, ദെൻ ഫോഴ്സ് തമ്പിന്റെ ഡയറക്ഷൻ വിച്ച് ഈസ് ഡൗൺവേർഡ്സ്. ഇങ്ങനെയാണ് ഇത് ഡിഫ്ലക്ട് ചെയ്യുക. ദെൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫോഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് സർക്കുലർ മോഷനിൽ പോവുക. ഈ സർക്കുലർ മോഷൻ ഏത് പ്ലെയിനിലായിരിക്കും? ഈ കാണുന്ന XY പ്ലെയിനിൽ തന്നെയായിരിക്കും സർക്കുലർ മോഷനും. ഇങ്ങടോ ഫോഴ്സ് ഇല്ല, ഈ സെയിം പ്ലെയിനിലാണ് ഫോഴ്സ് മൊത്തത്തിൽ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായി കൈയാണ് ചോദിക്കുകയാണെങ്കിൽ? സോ സെയിം പ്ലെയിൻ ആണ്, XY പ്ലെയിൻ ആണ്. ഓക്കെ, ഞാനിവിടെ ഈ ക്വസ്റ്റിന് സ്ലൈഡിൽ തന്നെ ഞാൻ ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലൈഡ് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കുകയും അങ്ങനെയും ചെയ്യാം. Now B question, how does the path followed by the charge get affected if its velocity has a component parallel to B, magnetic field? ശ്രദ്ധിക്കുക, how does the path followed by the charge get affected? So ഇവിടെ ഈ സിറ്റുവേഷനിൽ സർക്കുലർ മോഷൻ ആണ്. Why? Because മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. Therefore സർക്കുലർ മോഷൻ ആണ്. Now what if velocity has a component parallel to the magnetic field? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടൊരു കമ്പോണന്റ് ഉണ്ടായിരുന്നെങ്കിൽ how will be the path, shape of the path will be affected എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നമ്മളിപ്പോൾ പഠിച്ച കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. സോ ഈ വെലോസിറ്റിക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷനിൽ ഒരു കമ്പോണന്റും ഇല്ല. ശരിയല്ലടാ? ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ. ഓക്കെ അല്ലടാ? സോ സർക്കുലർ പാത്ത് ആയിരിക്കും, നോ ഇഷ്യൂ. നൗ വാട്ട് ഇഫ് വെലോസിറ്റി ഈസ് ലൈക്ക് ദിസ്? ഇങ്ങനെയാണ് വെലോസിറ്റി, ചാർജിന്റെ വെലോസിറ്റി ഇങ്ങനെയാണ്. ദിസ് മീൻസ് ദ വെലോസിറ്റി ഹാസ് എ കമ്പോണന്റ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ the velocity has a component in the direction of magnetic field, v cos theta. Also velocity has a component in the
perpendicular direction of the magnetic field, V sin theta. Oh, what if this is the case? Velocity as a component in the direction of magnetic field. നമുക്കറിയാം in the direction of magnetic field ആയിട്ടുള്ള ഈ കമ്പോണന്റ് V cos theta, it does not suffer any force. അതിന് ഫോഴ്സ് ആക്ട് ചെയ്യില്ല. ഈ കമ്പോണന്റ് എങ്ങനെ തന്നെ പോവും? It goes in the straight line. It goes straight line ആയിട്ട് തന്നെ പോവും without any force. ഓർമ്മയുണ്ടോ നമ്മൾ ഹെലിക്കൽ ഷേപ്പ് ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞത്? ഓക്കെ കാണിച്ചടാ. സോ ഈ കമ്പോണന്റ് ഒരു ഡിഫ്ലക്ഷൻ കൂടാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ആൻഡ് ഈ വി സൈൻ തീറ്റ കമ്പോണന്റ് പെർപെൻഡിക്കുലർ കമ്പോണന്റാ, നോർമൽ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്. അത് എന്ത് ചെയ്യും? സർക്കുലർ ഷേപ്പിൽ പോകും. അതായത് ഈ കമ്പോണന്റ് സർക്കുലർ ഷേപ്പ്, ഈ കമ്പോണന്റ് സ്ട്രെയിറ്റ് ലൈൻ, രണ്ടും കൂടെ റിസൾട്ടന്റ് എന്ത് വരും? ഷേപ്പ് ഹെലിക്സ് വരും, ഹെലിക്കൽ വരും. ഒരു പാർട്ട് നേരെയും പോകും, ഒരു പാർട്ട് സർക്കുലർ ആയിട്ട് പോകും. സോ ഇങ്ങനെ പോകും. സോ ദ പാത്ത് ഓഫ് ദ shape of the path will be helical. Reason എന്താണ്? The V cos theta component or the component parallel to the magnetic field, the component of velocity parallel to the magnetic field will go in a linear path, which means the resultant path will be helical. മനസ്സിലായി കഴിയാണ് ചോദിക്കുകയാണെങ്കിൽ? യെസ്, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. Now, third question, C question. If an electric field is also applied such that the particle continues moving along the original straight line path, what should be the magnitude and direction of the electric field E? ഇതൊരു കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതും ഈ കൺസെപ്റ്റ് വെച്ചിട്ട്. സോ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഇവിടെ നമുക്കറിയാം ചാർജ് ഡിഫ്ലക്ട് ചെയ്യും. Why? There is a magnetic force. Due to that magnetic force, charge will deflect. Circular path ആവും. Now, the question is, നമുക്ക് ഈ ചാർജിനെ ഡിഫ്ലക്ട് ചെയ്യിക്കണ്ട. ഈ ചാർജ് ഡിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡിഫ്ലക്ട് ചെയ്യാൻ പാടില്ലെങ്കിൽ നമ്മൾ എത്ര ഇലക്ട്രിക് ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ഏത് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾസോ അപ്ലൈഡ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ് ഈ സിറ്റുവേഷനിലേക്ക്, സച്ച് ദാറ്റ് ദ പാർട്ടിക്കിൾ കണ്ടിന്യൂസ് മൂവിങ് അലോങ് ദ ഒറിജിനൽ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, പാർട്ടിക്കിൾ യാതൊരു ഡിഫ്ലക്ഷൻ കൂടാതെ ഇതേ പാത്തിലൂടെ നേരെ പോവുകയാണ്. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എങ്ങോട്ട് അപ്ലൈ ചെയ്യണം ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് സോ ദാറ്റ് ദ പാർട്ടിക്കിൾ വിൽ മൂവ് വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ? വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു വി മീൻ ബൈ ദാറ്റ്? വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ ചാർജ് മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് വന്ന കാര്യം എന്താണ്? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ പാസ് ചെയ്യണമെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? എല്ലാവരും സീറോ ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് സീറോ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെയും ഇലക്ട്രിക് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്നാലല്ലേ നെറ്റ് ഫോഴ്സ് സീറോ ആകാം. മനസ്സിലായി കഴിയാണ് ചോദിക്കുകയാണെങ്കിൽ? ഒരു ചാർജ് മൂവ് ചെയ്യുന്നു, ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, ആ മാഗ്നറ്റിക് ഫോഴ്സിന്റെയും ഇലക്ട്രിക് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്നാലാണ് നെറ്റ് ഫോഴ്സ് സീറോ ആകുക, എങ്കിലാണ് ഈ ചാർജ് വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ പാസ് ചെയ്യുക. സോ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫോഴ്സ്? നമുക്ക് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം എന്നുള്ള ഐഡിയ എടുക്കാം. So what is the magnitude of the magnetic force? ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? നമുക്കറിയാം Q ആണ് ചാർജ്, V ആണ് വെലോസിറ്റി, ആംഗിൾ ബിറ്റ്വീൻ V and B is 90 degree. ശരിയടാ? ഓക്കെ കാണിക്കൂ. So what is the magnetic force? FB is equal to QV B sin theta. Sin theta 90 ആണ്, so sin 90 91 ആണ്. So QVB, FB is equal to QVB. And what is the electric force? FE. What is electric force on a charge Q? There is an electric field E, and there is a charge Q. What is electric force? Electric force is QE. ശരിയല്ലടാ? ഓക്കെ കാണിക്കൂ. രണ്ട് ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. വിച്ച് മീൻസ്
FE is equal to FB. ഇലക്ട്രിക് ഫോഴ്സിന്റെയും മാഗ്നറ്റിക് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, which means QE is equal to QVB. Q cancel ചെയ്തു. The electric field, the magnitude of the electric field must be V into B, velocity into magnetic field. ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആക്കാം. ക്ലിയർ ആണെങ്കിൽ കഴിയാൻ ചോദിക്കുകയാണെങ്കിൽ, സോ മാഗ്നിറ്റ്യൂഡ് ആയി, പക്ഷെ പോരാ, ഡയറക്ഷൻ കൂടെ കണ്ടുപിടിക്കണം. ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടത്? അതിനാദ്യം നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടത്. മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫോഴ്സ് വരേണ്ടത്. ശരിടാ, ഓക്കെ കാണിക്കൂ. സോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാ നമുക്ക് നോക്കാം. യൂസ് ദ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ. The charge is moving towards this. So thumb gives the direction of force, which means downward direction ആണ് magnetic force act ചെയ്യുന്നത്. Downward direction. ക്ലിയർ ആയി കഴിയാൻ ചോദിക്കുകയാണെങ്കിൽ, സോ എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫോഴ്സ് വരേണ്ടത്? ഇലക്ട്രിക് ഫോഴ്സ് മസ്റ്റ് ബി അപ്വേർഡ്സ്, മുകളിലേക്കായിരിക്കണം. ഇലക്ട്രിക് ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം. മുകളിലേക്കോ താഴേക്കോ, ലെഫ്റ്റ് റൈറ്റാ? കാണിച്ചോ. ഇലക്ട്രിക് ഫോഴ്സ് മുകളിലേക്കാണ്, പോസിറ്റീവ് ചാർജ് ആണ്. എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡും മുകളിലേക്ക് തന്നെ, അപ്വേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയ ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പോസിറ്റീവ് Y ഡയറക്ഷൻ. ഡയറക്ഷൻ Y, മാഗ്നിറ്റ്യൂഡ് I. ഇനി ഈ വെക്ടർ എഴുതണമെങ്കിൽ എടുത്ത് ചോദിച്ചിട്ടില്ല, ബട്ട് ഈ വെക്ടർ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഈ വെക്ടർ മാഗ്നിറ്റ്യൂഡും വേണം ഡയറക്ഷൻ വേണം. എങ്ങനെ എഴുതാം? VB മാഗ്നിറ്റ്യൂഡ് I, ഡയറക്ഷൻ എന്താ? പോസിറ്റീവ് Y ഡയറക്ഷൻ ആണ്. സോ പോസിറ്റീവ് Y ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആഡ് ചെയ്യാം. വാട്ട് ഈസ് ദ യൂണിറ്റ് വെക്ടർ അലോങ് പോസിറ്റീവ് Y ഡയറക്ഷൻ? ഇറ്റ് ഈസ് J ക്യാപ്. ആ J ക്യാപ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. Magnitude is VB, direction is positive Y, which means J cap. Clear ആണെങ്കിൽ കഴിയാണ് ചോദിക്കുകയാണെങ്കിൽ, യെസ് സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ്. Two wires carrying currents I1 and I2 lie one slightly above the other in a horizontal plane as shown in the figure. The region of vertically upward strongest magnetic field is. രണ്ട് കറണ്ട് തന്നിട്ടുണ്ട്, ഒന്നൊന്നിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ I1 കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, I2 കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. സോ there are 4 regions, 1, 2, 3 and 4. There are 4 regions. ഇതിൽ ഏത് റീജിയനിലാണ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും മാക്സിമം? വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല കാണേണ്ടത്. ഇതാ നോക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചിവിടെ. വെർട്ടിക്കൽ അപ്വേർഡ് മീൻസ് നോട്ട് ഇതല്ല വെർട്ടിക്കൽ അപ്വേർഡ്, ഇങ്ങോട്ട് ഈ പ്ലെയിനിന്റെ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ അങ്ങോട്ട്. ക്ലിയർ ആണ് കഴിയാൻ ചോദിക്കുകയാണെങ്കിൽ, സോ ഏത് റീജിയനിലാണ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആവുക? ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റീജിയൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? യൂസ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. 4 റീജിയനിലും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. നോക്കട്ടെ. നിങ്ങൾക്ക് 10 സെക്കൻഡ് 10 സെക്കൻഡ്സ് സമയം തരാം. കിട്ടിയവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. യെസ്, ഹാൻഡ് റൈസ് ചെയ്യാൻ ചാറ്റിലിടാം. അതൊക്കെ നല്ലത്. കറക്റ്റ് ആൻസർ വരുന്നുണ്ട്, ഹാപ്പിയാണ്. ഒരാൾ ചോദിച്ചാലോ? സാർ ചോദിച്ചോളൂ.
ശീതൾ പറയൂ, ഏത് റീജിയനിലാണ് അപ്വേർഡ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആകുക ആൻഡ് വൈ? പെട്ടെന്ന് പറഞ്ഞു. റീജിയൻ 2 ആണ്. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. വൈ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡോ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ആണോ? റൈറ്റ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, റൈറ്റ്. ശരി. ലാഗ് ഉണ്ടോ? ലാഗ് ഇടുന്നുണ്ടല്ലോ. ഓക്കെ. യെസ്. സോ നോക്കുക, I1 കറണ്ട് അങ്ങോട്ടാണ്. സോ കറണ്ട് ഡയറക്ഷനിൽ തമ്പ് വയ്ക്കുക. തമ്പ് വെച്ചു. ബാക്കി ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ നോക്കുക. ഇങ്ങനെയാണ്. സോ I1 കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് I1 I2. I1 കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക. ഈ 4 റീജിയൻസിലും I1 കാരണം ഇങ്ങനെയാണ് തമ്പ് I1 ഡയറക്ഷനിൽ, ബാക്കി 4 ഫിംഗേഴ്സ് കേൾ ചെയ്യുക. സോ ഇവിടെ എല്ലാം ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. അടിയത്തെ റീജിയനിൽ, ഈ 2 റീജിയനിലും ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ. ഇനി I2 കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക. ഇങ്ങനെ സംഭവിക്കുക, ബാക്കി 4 ഫിംഗേഴ്സ് കേൾ ചെയ്യാം. ഇവിടെ അത് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും, ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ, ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. സോ ഇവിടെ നോക്കുക, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇവിടെ രണ്ടും ഇൻ ടു ദ പ്ലെയിൻ, ഇവിടെയും ഒരെണ്ണം ഇൻ ടു ഒരെണ്ണം ഔട്ട്. സോ ഇവിടെയാണ് 2 മാഗ്നറ്റിക് ഫീൽഡും, I1 കറണ്ട് കാരണമുള്ള, I2 കറണ്ട് കാരണമുള്ള 2 കാരണം മാഗ്നറ്റിക് ഫീൽഡും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. വിച്ച് മീൻസ് സ്ട്രോങ്സ്റ്റ് magnetic field will be here, which is region 2. ക്ലിയർ ആണ്? കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2 parallel conductors carrying current 4 ampere and 10 ampere are placed 2.5 cm apart in vacuum. The force per unit length between them is. Direct question ആണ്. 2 parallel conductors carrying current 4 ampere and 10 ampere. രണ്ട് parallel conductors carrying current 4 ampere and current 10 ampere are placed 2.5 cm apart. In vacuum. The force per unit length between them is. എന്താണ് equation? What is the expression for force per unit length between 2 parallel conductors carrying current I1 and I2 at a distance, say A? What is the expression? Sorry, Joseph Roji. എടാ കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. mu naught I1 I2 by 2 pi r. ഇവിടെ A ആണെങ്കിൽ 2 pi A. വെരി ഗുഡ് ജോസഫ്, വെരി ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, കറക്റ്റ് ഡയറക്റ്റ് ആൻസർ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ F by L, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, equal to mu naught 4 pi into 10 raised to minus 7. I1 into I2, 4 into I2 is 10 divided by 2 pi A. അതിൽ ഡിസ്റ്റൻസ് സെന്റിമീറ്ററിലാണ്, അത് മീറ്ററിൽ ആക്കണം.
2 pi into 2.5 into 10 raised to minus 2. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 3.2 into 10 raised to minus 4 Newton per meter. Force per unit length. Simplest trick. Clear ആണെങ്കിൽ കൈ കാണിച്ചടാ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wire of length 4.4 meter is bent round in a shape of circular loop and carries a current 1 ampere. The magnetic moment of the loop will be. Simple question ആണ്, ഒന്ന് ആലോചിക്കണം. A wire of length 4.4 meter. 4.4 meter length ഉള്ള ഒരു wire is bent to form a circular loop carrying current 1 ampere. The magnetic moment of the loop will be. It's a wire of length 4.4 meter. 4.4 meter length ഉള്ള ഒരു wire is bent to form a circular loop. ഇതിനെ bend ചെയ്യണം. bend ചെയ്തിട്ട് സർക്കുലർ ലൂപ്പ് ആക്കി മാറ്റി. വൺ ആംപിയർ കറണ്ട് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഈക്വൽ ടു 1 ആംപിയർ. What is the magnetic moment of the loop? So what is the expression for magnetic moment? ഒരു സർക്കുലർ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഇക്വേഷൻ ആണ് m is equal to NIA, number of turns into current into area. Number of turns ഇവിടെ 1 ആണ്, so n equal to 1 ആണ്. Current into area ചെയ്താൽ മതി. Current is also given 1 ampere ആണ്, so അത് ഓക്കെ ആണ്. So only we need to find out the area. Area കണ്ടുപിടിച്ചാൽ മതി, A, which is equal to pi r square. pi r square കണ്ടുപിടിക്കണം. റേഡിയസ് തന്നിട്ടില്ല, പകരം നമുക്ക് തന്നിരിക്കുന്നത് ഈ 4.4 മീറ്റർ ഉള്ള വയറാണ് ബെൻഡ് ചെയ്തിട്ട് ഈ ലൂപ്പ് ആക്കിയിരിക്കുന്നത്. സോ വാട്ട് ഈസ് 4.4 മീറ്റർ ഹിയർ? ഇറ്റ് ഈസ് അവർ സർക്കംഫറൻസ് ഓർ പെരിമീറ്റർ ഓഫ് സർക്കിൾ. ശരിയല്ലടാ? ഓക്കെ, കാണിക്കൂ. സോ ഈ 2 pi r ആണ് ഈ ഗിവൺ 4.4 മീറ്റർ. ഓക്കെ, സോ pi r ഈസ് ഈക്വൽ ടു 4.4 by 2 pi. അങ്ങനെ തന്നെ ഇട്ടോളൂ, ഇപ്പൊ ചെയ്യണ്ട. നമുക്ക് കാണേണ്ട ഏരിയ ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു pi r സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു pi ഇൻറ്റു ആറിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 4.4 സ്ക്വയർ ബൈ 2 pi ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് 4 pi സ്ക്വയർ. കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുക ഏരിയ ഈസ് ഈക്വൽ ടു area is equal to 1.54 meter square കിട്ടും. Then magnetic moment is equal to NIA, or in this case IA, n equal to 1 ആണ്. So I is 1 ampere, 1 into area is 1.54, that is 1.54 തന്നെ. യൂണിറ്റ് എന്താ വരാ? കറണ്ട് ഇൻറ്റു ഏരിയ ആണ്, കറണ്ട് ഇൻറ്റു ഏരിയ ആണ്. സോ ആംപിയർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച് ഓക്കെ ആണെങ്കിൽ യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചോളൂ. Two infinitely long straight wires A1 and A2 carrying current I and 2I. ഒരെണ്ണത്തിൽ I, മറ്റേ 2I.
flowing in the same direction are kept d distance apart. Where should a third straight wire A3 carrying current 1.5 I be placed between A1 and A2 so that it experiences a net force due to A1 and A2? It experiences no net force due to A1 and A2. Does the net force acting on A3 depend on the current flowing through it? Simple question ആണ്. നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് മനസ്സിലാക്കുക. ബിക്കോസ് ഇതൊരു കോമൺ പാറ്റേൺ ആണ്. ഓക്കെ, എന്താണ് പാറ്റേൺ? ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് വയേഴ്സ് A1 ആൻഡ് A2. ശ്രദ്ധിച്ചോളൂ. രണ്ട് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് വയേഴ്സ് A1 ആൻഡ് A2 carrying current I and 2I, and it is placed at a distance d distance apart. So d ആണ് distance between them. Now question is, where should a third straight wire A3 carrying a current 1.5I be placed between A1 and A2 so that it experiences no net force due to A1 and A2? ഇത് ഒരു കോമൺ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് മൂന്നാമതൊരു കറണ്ട് ഒരു കണ്ടക്ടർ കൊണ്ട് വെക്കണം A3. അതിൽ എവിടേക്കോ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. 1.5 I ആണ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. 1.5 I. സോ വേർ ഷുഡ് വി പ്ലേസ് ദിസ് കണ്ടക്ടർ? നമ്മളിത് എവിടെ വെക്കണം? സോ ദാറ്റ് ദ നെറ്റ് ഫോഴ്സ് ഡ്യൂ ടു A1 ആൻഡ് A2 is 0. A1 കാരണം A2 കാരണമുള്ള നെറ്റ് ഫോഴ്സ്, A3ലുള്ള നെറ്റ് ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് 0 ആവണമെങ്കിൽ ഇത് എവിടെ കൊണ്ടുവയ്ക്കണം? Where should we place it? Where should a third straight wire A3 carrying current 1.5 be placed between A1 and A2 so that net force due to A1 and A2 on this conductor A3 is 0? ക്ലിയർ ആണ്? കൈയാണിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കോമൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ കണ്ടക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചാർജ് ആയിരിക്കും. രണ്ട് ചാർജ് ഉണ്ട്, നമുക്ക് മൂന്നാമതൊരു ചാർജ് കൊണ്ടുവയ്ക്കണം ഇൻ ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് സോ ദാറ്റ് ദ നെറ്റ് ഫോഴ്സ് ഈസ് 0. അല്ലെങ്കിൽ രണ്ട് ചാർജ് ഉണ്ട്, മൂന്നാമതൊരു ചാർജ് എവിടെ കൊണ്ടുവയ്ക്കണം സോ ദാറ്റ് നെറ്റ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഈസ് 0, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം. അങ്ങനെ പല പല ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാത്തിൻ്റെ ഫോർമാറ്റ് സെയിം ആണ്. നമുക്ക് ഇത് ഏത് ഡിസ്റ്റൻസിൽ കൊണ്ടുവയ്ക്കണം എന്നാണ് കാണേണ്ടത്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? നമുക്ക് ആ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. We are going to place this conductor at x distance from A1. സോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് d ആണ്, ഈ ഡിസ്റ്റൻസ് x ആണ്. സോ റിമൈനിങ് ഡിസ്റ്റൻസ് മസ്റ്റ് ബി d മൈനസ് x. ഇനി ഈ A1ഉം A3 തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫോഴ്സ് ബിറ്റ്വീൻ A1 ആൻഡ് A3. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. Force per length between A1 and A3. A1ഉം A3യും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്താ വരാം? ഇക്വേഷൻ ആണ് F is equal to mu0 I1 I2 by 2pi. നമ്മൾ ചെയ്തതാണ്. സോ mu0 I1 is I, I2 is 1.5I, I1 I2 by 2pi A. Here 2pi x. Force per unit length between A1 and A3. നമുക്ക് F13 എന്ന് വിളിക്കാം. mu0 I 1.5I divided by 2pi into x. ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ബാക്കി ഈ രണ്ട് കണ്ടക്ടേഴ്സ് A2ഉം A3യും തമ്മിലുള്ള ഫോഴ്സ് നോക്കുക. Force per length between A2 and A3. F23 equal to same equation mu0 I1 I2 by 2pi A. The mu0 I1 is 2I,
I2 is 1.5i. I1 I2 ഏത് വേണമെങ്കിലും എടുക്കാം, doesn't matter. Divided by 2 pi. Now distance between them is d minus x. D minus x. Now, എന്താണ് നമ്മുടെ കണ്ടീഷൻ? The net force must be 0. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ രണ്ട് ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. ശരിയല്ലടാ, രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. സോ നെറ്റ് ഫോഴ്സ് ഈസ് 0. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. ഇക്വേറ്റ് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. mu 0 I into 1.5i divided by 2 pi x equal to mu 0 2i into 1.5i divided by 2 pi into d minus x. mu 0 കട്ടായി, 2 pi കട്ടായി, i into i ഇവിടെ i into i കട്ടായി. സോ ബാക്കി എന്ത് വരും? 1.5 കട്ടായി. ബാക്കി എന്താ വരാം? ഇവിടെ 1 by x equal to 2 by d minus x. ഓക്കെ അല്ല, ഇതുവരെ ഓക്കെ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. d മൈനസ് എക്സ് ഈക്വൽ ടു 2x ഓർ മൈനസ് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരിക. 2x പ്ലസ് എക്സ് 3x. 3x ഈക്വൽ ടു d ആൻഡ് x ഈക്വൽ ടു d by 3. സോ നമ്മൾ എവിടെയാണ് ഈ തേർഡ് കണ്ടക്ടർ 8-3 കൊണ്ടുവയ്ക്കേണ്ടത്? d by 3 ഡിസ്റ്റൻസിലാണ് കൊണ്ടുവയ്ക്കേണ്ടത്. x ഈക്വൽ ടു d by 3 ഡിസ്റ്റൻസിലാണ് കൊണ്ടുവയ്ക്കേണ്ടത്. സോ ദാറ്റ് the net force acting on A3 must be become 0. d by 3 എവിടെ നിന്നാണ്? ഫ്രം A1 കണ്ടക്ടറിൽ നിന്ന് d by 3 ഡിസ്റ്റൻസിൽ. അതാണല്ലോ x. സോ x d by 3. d by 3 ഡിസ്റ്റൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ the net force acting on A3 must be 0. ക്ലിയർ ആണ്? കൈയാണിച്ച് നോക്കുകയാണെങ്കിൽ യെസ്. ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഡസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ A3, A3 ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ നെറ്റ് കറണ്ട് ഡിപ്പെൻഡ് ഓൺ ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇതിൽ ഈ A3 ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നമ്മുടെ എക്സിന്റെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ d by 3 ആണ്. അതിൽ ഐയുടെ ടേം വരുന്നില്ല. ശരിയല്ലടാ? ഓക്കെ, കാണിച്ചേ, ഐയുടെ ടേം വരുന്നില്ല. സോ ഐയുടെ ടേം വരുന്നില്ല മീൻസ് ഇതിലൂടെ ഏത് കറണ്ട് വേണമെങ്കിൽ ഫ്ലോ ചെയ്തോട്ടെ, ഡസൻ മാറ്റർ. 1.5i 2i 3i 5i ഏത് കറണ്ട് വേണമെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ എക്സ് ഈക്വൽ ടു d by 3 ഡിസ്റ്റൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി 0. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി കറണ്ട് ത്രൂ A3. ക്ലിയർ ആണ്? കൈയാണിച്ച് നോക്കുകയാണെങ്കിൽ സോ എന്താണ് ആൻസർ? ഡസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ A3 ഡിപ്പെൻഡ് ഓൺ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്? നോ, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. It does not depend on the current flowing through it because x equal d by 3. There is no term of I. Net force does not depend on current. Net force does not depend on current. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചാൽ എല്ലാവരും ക്ലിയർ ആയവർ. ശരി, സോ ക്വസ്റ്റ്യൻ ടൈമാണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സിലെയും ഇക്വേഷൻസും ടേംസും ഒക്കെ എല്ലാവരും പഠിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണ്ടോ?